ഹായ് ഗൈസ്, ഗുഡ് മോർണിംഗ്. സോ ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് ഇവിടെ ഫോക്സ് ഗാർഡൻ പാർക്കിലുള്ള ഒരു ബേർഡ്സിൻ്റെ കൂട്ടത്തെയാണ്. ബേർഡ്സിന് ഫ്ലോക്ക് എന്നല്ല പറയാം. സോ ബട്ട് ദേ ആർ നോട്ട് ഫ്ലൈയിങ്. സോ ഇത് ഫ്ലൈ ചെയ്യുന്ന ബേർഡാണോ എന്ന് എനിക്ക് അറിയത്തില്ല. ദേ ആർ ലൈക്ക് ഡക്സിൻ്റെ ഒരു വകഭേദമാണെന്ന് തോന്നുന്നു. കണ്ടോ, നമ്മൾ അടുത്ത് ചെല്ലുമ്പോഴേക്കും അവർ ഒച്ച ഉണ്ടാക്കുക. ഇത് അതിൻ്റെ കുഞ്ഞാണ്. കുഞ്ഞ് വളർന്നു വരുന്നതിൻ്റെ ആ ഒരു സ്റ്റേജിലുള്ളതാണ്. ഇതും കണ്ടോ, ഇതും അതിൻ്റെ ആ ഒരു ബീക്കൊന്നും ആ കളർ എത്തിയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇതൊരു ചിലപ്പം ഈ വർഷം ഉണ്ടായൊരു കുഞ്ഞിൻ്റെ ആയിരിക്കും. ബാക്കിയൊക്കെ കണ്ടോ, നല്ല ഡാർക്ക് ഫീറ്റ്സും ആണ്, വെബ്ഡ് ഫീറ്റ്സ് ആണ്. പിന്നെ അപ്പോൾ വെബ്ഡ് ഫീറ്റ് ആയതുകൊണ്ട് ഡെഫിനറ്റ്ലി ഇവർ വൈകുന്നേരം സ്വിമ്മിങ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങുന്ന കാണാം. പിന്നെ ഇങ്ങനെ ഫുൾ ഗ്രേസ് ചെയ്ത് ഇതിലേ നടക്കുന്ന ഒരു വെറൈറ്റിയാണ്. അപ്പോൾ ഇവർക്ക് ഇവിടെ പാർക്കിൽ അധികം പ്രെഡേറ്റേഴ്സ് ഇല്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് നന്നായിട്ട് ഈ ഗ്രേസ് ചെയ്ത് ഫുഡ് കഴിക്കാൻ പറ്റും. നല്ല പച്ചപ്പുല്ല ഇവരുടെ ഫുഡ്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഇങ്ങനെ കുറേ ആയിട്ട് ഇങ്ങനെ മൾട്ടിപ്ലൈ ആയിട്ടുണ്ട് ഇവരിപ്പോൾ. പിന്നെ ഏറ്റവും നല്ലൊരു കാഴ്ച ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്വാൻസ് ആണ്. 2 സ്വാൻസ് ഉണ്ട് ഇവിടെ, കണ്ടോ. അപ്പോൾ അവർ രാവിലെ എണീറ്റ് അവരുടെ ഫെദേഴ്സൊക്കെ ഇങ്ങനെ കോതി ഒതുക്കുന്ന ഒരു സീനാണ്. വാവ്. സോ ഞാൻ ഇവനെ കണ്ണൻ, ഇവനെ ചിന്നു എന്ന് വിളിക്കും. കണ്ണനും ചിന്നുവും. ഐ ഡോണ്ട് നോ ഇഫ് ഇറ്റ്സ് മെയിൽ ഓർ ഫീമെയിൽ. ഐ തിങ്ക് ദിസ് ഇസ് മെയിൽ ആൻഡ് ദിസ് ഇസ് ഫീമെയിൽ. കാരണം ജനറലി സ്വാൻസ് ഒരു പെയറായിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കണ്ടോ, ഇച്ചിരി വലിപ്പക്കുറവ് ഇവനാണ് ചിന്നുവിന്. അപ്പോൾ എനിക്ക് തോന്നുന്നു ചിന്നുവിനെ ഇവളെ നമുക്ക് ഫീമെയിലും ഇവനെ മെയിലും ആക്കാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഇവരെ രാവിലെ തന്നെ വെള്ളത്തിലേക്ക് ഇറക്കുന്ന പരിപാടിയാണ്. ഞാൻ വന്ന് ഇവരെ ഉന്തിത്തള്ളി വെള്ളത്തിലേക്ക് ഇറക്കും ചില ദിവസം നടക്കാൻ വരുമ്പോൾ. കണ്ടോ, അവർ അവരുടെ റുട്ടീനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. നോക്ക്, 2 പേരും നല്ല ആ സിമ്മട്രിക് ആയിട്ട് വരുന്നുണ്ട്. അടിപൊളി, നല്ലൊരു ഫ്രെയിം നോക്കിക്കേ. വാവ്. കണ്ണാ, ചിന്നു, കണ്ണാ, ചിന്നു. ഞാൻ ചുമ്മാ ഒരു പേരിട്ട് കേട്ടോ. ചില ദിവസങ്ങളിൽ പിന്നെ ഇവർക്ക് ഫുഡൊന്നും ഫീഡ് ചെയ്യാൻ പാടില്ല. ഇവരുടെ മെയിൻ ഫുഡ് ആൽഗയാണ്. ഇവർക്കൊന്നും നമ്മൾ ഈ പാർക്കിലെ ആനിമൽസിന് ഫുഡൊന്നും കൊടുക്കാൻ പാടില്ല. കാരണം ജസ്റ്റ് ഇവിടുത്തെ നോർമൽ ഫുഡിൽ അവർ ജീവിച്ചോണം. കാരണം എക്സ്ട്രാ ഫുഡ് വല്ലതും കൊടുത്തു കഴിഞ്ഞാൽ ഇവർ സിക്കാവും. നാച്ചുറൽ ആനിമൽസ് അല്ലേ. അപ്പം നമ്മളിങ്ങനെ ബ്രെഡോ അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊണ്ട് കൊടുക്കാനൊന്നും പാടില്ല. സോ അതാട്ടോ ഇന്നത്തെ കാഴ്ചകൾ. നോക്കിക്കേ, ഇത്ര രസമാണ്.